ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അബിത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അബിത, യഥാർത്ഥ പേരല്ല. 25 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എൻ്റെ വിവാഹം നടന്നത് വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയുമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനായിരുന്നു. എൻജിനീയറിംഗ് വർക്കൊക്കെ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹം കുടിക്കാതെ വരുന്ന രാത്രികൾ വളരെ കുറവായിരുന്നു. അതിൻ്റെ പരിണത ഫലങ്ങളൊക്കെ ഞാനും അമ്മയും ചേച്ചിയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി കുറേ കാലമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അങ്ങ് മടുത്തു. എവിടെയെങ്കിലും പോയാലോ, എവിടെയെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നൊക്കെ എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ പോയി രക്ഷപ്പെടാനാണ് മാഡം? അങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അമ്മയും അച്ഛനും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ രാത്രി വരുമ്പോൾ അച്ഛൻ്റെ അട്ടഹാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഞങ്ങൾ സഹിക്കേണ്ടി വന്നു. പിന്നെ അമ്മയുടെ തനി സ്വരൂപമാണ് എനിക്ക്. അമ്മയുടെ സൗന്ദര്യം കണ്ടാണ് അച്ഛൻ പ്രേമിച്ചത്. എൻ്റെ ചേച്ചി ഇത്തിരി ഇരുണ്ട നിറമാണ്, സൗന്ദര്യക്കുറവാണെന്ന് പറഞ്ഞ് അച്ഛൻ ചേച്ചിയെ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. എന്നോട് ഇത്തിരിയെങ്കിലും വാത്സല്യം കാണിക്കാറുണ്ട്, നീ നിൻ്റെ അമ്മയെപ്പോലെ സുന്ദരിയാണെന്ന് പറഞ്ഞ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി. എൻ്റെ മുറിയിലേക്കൊക്കെ ഇഴഞ്ഞു വരാനും എന്നോട് വേറെ രീതിയിൽ പെരുമാറാനും തുടങ്ങി. അതോടുകൂടി എനിക്ക് പേടിയായി. അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇത്രയും കാലം സഹിച്ചു, ഇനിയിപ്പോൾ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞു. ബന്ധുക്കളൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷേ അമ്മയുടെ ചേച്ചിയുടെ മകൻ അങ്ങേര് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഇടയ്ക്കൊക്കെ അമ്മയെ വിളിക്കാറുണ്ടായിരുന്നു. അവസാനം പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി നേരെ കണ്ണൂരേക്ക് വാ, അങ്ങേരോട് പറയണ്ട, ഇവിടെ എന്തെങ്കിലും ജോലി ഒപ്പിച്ച് തരാം, ഒരു വാടക വീടും ഞാൻ ശരിയാക്കി തരാം, 3 പേരും ഇവിടെ കഴിയൂ, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് പറയാതെ ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ ജോലിക്ക് പോയപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടി രായ്ക്ക് രാമാനം കണ്ണൂരേക്ക് വണ്ടി കയറി. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, മാമൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആൾ. എന്തായാലും ഞങ്ങൾക്കൊരു വാടക ഉടുപ്പിച്ചു തന്നു. പിന്നെ അടുത്തൊരു ബേക്കറിയിൽ ചേച്ചിക്കും അമ്മയ്ക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ കോളേജിലും പോകാൻ തുടങ്ങി. എന്തായാലും ഞങ്ങളുടെ നാടിനേക്കാൾ നല്ല അയൽക്കാരായിരുന്നു അവിടെയെല്ലാം. പുതുതായി വന്ന ഞങ്ങളെ ആ നാട്ടുകാരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അച്ഛൻ ഞങ്ങളെ തേടി വന്ന് ഉപദ്രവിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോയത് അങ്ങേർക്ക് സന്തോഷമായെന്ന് തോന്നി. കുടിയും വലിയുമായി അദ്ദേഹം അവിടെ എവിടെയോ കഴിഞ്ഞു. ഞങ്ങൾക്ക് സ്വസ്ഥതയുമായി. പിന്നെ ചേച്ചിയുടെ കല്യാണം. ഇവിടെ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ളൊരാൾ ചേച്ചിയിൽ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ആ കല്യാണം പെട്ടെന്ന് നടന്നു. ചേച്ചി നല്ല സുഖമായി ജീവിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും കല്യാണം എന്ന് പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് പഠിക്കണം, ജോലി ചെയ്യണം, വിവാഹം വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അങ്ങനെയായപ്പോൾ അമ്മയും നിർബന്ധിക്കാൻ വന്നില്ല. ശരിയാണ് മോളെ, വിവാഹബന്ധത്തിൽ കൂടി എന്ത് നേടാനാണ്? എൻ്റെ അനുഭവം തന്നെ നിനക്ക് വന്നാലോ? അവൾ രക്ഷപ്പെട്ടു. നിനക്ക് വിവാഹം കഴിക്കണ്ടെങ്കിൽ നീ കഴിക്കണ്ട, നമുക്ക് സുഖമായിട്ടിവിടെ ജീവിക്കാമെന്ന് അമ്മ പറഞ്ഞു. എന്തായാലും അമ്മ നിർബന്ധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുമില്ലായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ, അതായത് ബാങ്കിങ് സ്ഥാപനമാണ്, അവിടെ ജോലിക്ക് കയറി. അല്ലെങ്കിലും അലച്ചിലും ഒന്നുമില്ലാതെ നല്ല ജീവിതം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പറഞ്ഞ കല്യാണം ഞാൻ കഴിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു ആൻറ്റിന്ന് ഞാൻ വിളിക്കുന്നത്. അവർ ആ സ്ഥാപനത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അവർക്ക് കുറേ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ എല്ലാവർക്കും പ്രത്യേക ഒരു കൺസിഡറേഷനാണ്, ബഹുമാനമാണ്. അവർ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. പുള്ളിക്കാരെ കാണാൻ സൂപ്പർ സുന്ദരിയാണ്. പ്രായം ഇത്തിരി കൂടുതലാണെങ്കിലും അവർക്ക് ഒരു പ്രത്യേകതരം മംഗലാവണ്യവും സൗന്ദര്യവുമുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും. തമ്പുരാട്ടി എന്ന് വിളിക്കാൻ തോന്നുന്നെന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയും പറയും. ശരിയാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തേജസ്സാണ്. അവർ വലിയൊരു തറവാട്ടുകാരിയാണെന്നും 2 ആൺമക്കളാണ്. മൂത്ത മകൻ വിദേശത്താണ്, ഇളയ മകൻ കൂടെയുണ്ട്. അങ്ങേരും ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഭർത്താവൊക്കെ മരിച്ചിട്ട് ഒത്തിരി കാലമായി. കുട്ടികളെ തനിയെ വളർത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ പണം കൊണ്ട് അവർ ഒത്തിരി മേലെയുള്ള ഒരാളുമാണ്. അതിൻ്റെതായ ചില അഹങ്കാരങ്ങൾ അവർക്കുണ്ടെന്ന് എൻ്റെ കൂടെയുള്ളവർ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, അത്രയും പണമില്ലേ, നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ, അവരിത്തിരി ഗർവ് കാണിച്ച് നടന്നാലും വലിയ പ്രോബ്ലമില്ല എന്ന് പറയും. പക്ഷേ എന്നോടൊക്കെ വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പോകെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഒരു ദിവസം ആ ചേച്ചി തന്നെ എന്നോട് ചോദിച്ചു, മോള് തെക്കൻ ജില്ലയിൽ നിന്ന് വന്നതല്ലേ, സംസാരം കേട്ടാൽ അറിയാമല്ലോ, എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കഥകളും അങ്ങ് തുറന്നു പറഞ്ഞു.
അവരപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചു. അതൊക്കെ പല മനുഷ്യരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടാകും. എൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. അങ്ങേര് നല്ലൊരാളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു. പിന്നെ പണത്തിന് കുഴപ്പമില്ല, അത്ര മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ മോളെ. അതൊക്കെ സ്വാഭാവികമാണ്. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും. എന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള വലിയ തീരുമാനമൊന്നും മോൾ എടുക്കരുത്. അപ്പോൾ മറ്റു പല കാര്യങ്ങളും മോൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു, എനിക്ക് കുടുംബവും കുട്ടികളും ഒന്നും വേണ്ട. കുടുംബത്തിൻ്റെ കുട്ടികളും കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീ ആയിക്കഴിഞ്ഞാൽ ഒരു പുരുഷനോട് തീർച്ചയായും താല്പര്യം തോന്നും. പുരുഷനും സ്ത്രീയും ഒന്നു ചേരുമ്പോൾ അതാണ് ലോകൈക ശക്തി എന്ന് മോൾക്കറിയില്ലേ? ആ ശക്തിക്കുള്ളിൽ പല രസങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് മോൾ അനുഭവിക്കാതെ പോയി കഴിഞ്ഞാൽ മോളുടെ ജീവിതം കൊണ്ട് എന്താ ഗുണം? ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് അവളിങ്ങനെ വെറുതെ നിന്ന് മുരടിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മോളത് ശരിയാക്കുക? ഞാൻ പറഞ്ഞു, ആൻറ്റി ഒരാളെ കല്യാണം കഴിച്ചു, എന്നിട്ട് എല്ലാ കാലത്തും ആൻറ്റി അയാളുടെ കൂടെ ജീവിച്ചോ? ഇല്ല, അങ്ങനെ ഭയങ്കര തലവേദനയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു, ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു. കല്യാണത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. അങ്ങേരുടെ കൂടെ ഞാൻ ജീവിച്ചു, അതൊരു പരാജയം തന്നെയായിരുന്നു. എങ്കിലും അങ്ങേര് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? അയ്യോ ആൻറ്റി, അങ്ങനെ എന്താ പറയുന്നത്? ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല ജീവിതം കിട്ടുക? അപ്പോൾ ആൻറ്റി എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നിന്നെപ്പോലെ തന്നെ ആദ്യം കല്യാണമൊന്നും വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം, ഇതൊക്കെ നല്ല രസമാണ്. ഇതൊന്നും അറിയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായനെയൊന്ന്. പക്ഷേ അത് കഴിഞ്ഞ് 2 കുട്ടികളായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇത് എനിക്ക് പറ്റിയ വലിയൊരു പാരയാണെന്ന്. അതായത് വിവാഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള രസം ഒരിക്കലും മുന്നോട്ടുള്ള പോക്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ സഹിച്ച് ജീവിച്ചു. പക്ഷേ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, വെറുതെ എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ട് പിന്നീടാണ് മോളെ ഞാൻ എൻ്റെ ജീവിതം ശരിക്കും ആസ്വദിച്ച് തുടങ്ങിയത്. അല്ല, പിന്നീട് ആൻറ്റി കല്യാണം കഴിച്ചു. എന്തിനാണ് ഈ കല്യാണം കഴിക്കുന്നത്? നമ്മളുടെ ഭർത്താവിനേക്കാളൊക്കെ എത്രയോ നല്ല കിടന്ന പയ്യന്മാർ മുതൽ വലിയ ആണുങ്ങൾ വരെ ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നു. നമ്മൾ അവരെ കടക്കണ്ണ കൊണ്ട് ഒന്ന് കടാക്ഷിച്ച പോലെ അരി എറിഞ്ഞാൽ 1000 കാക്കയെന്നല്ലേ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നോളും. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് ഞാൻ ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ചിലപ്പോൾ നീ എന്നെ കുറ്റം പറയുമായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്, നാട്ടുകാരനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട് മോളെ. അല്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. രസങ്ങളില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? അതുകൊണ്ട് നീ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനിപ്പോൾ ആൻറ്റി പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കുന്ന കാര്യമല്ലല്ലോ. കല്യാണമെന്ന് പുറമേ പറഞ്ഞാലും ആൻറ്റിയുടെ ഉള്ളിലിരിപ്പൊക്കെ മറ്റേ കാര്യങ്ങളെക്കുറിച്ചല്ലേ. അപ്പോൾ അത് മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഞാൻ നോക്കിയെന്ന് പറഞ്ഞാലും ഇവിടെ സൗന്ദര്യമുള്ളവരെ കിട്ടില്ലേ? കിട്ടും മോളെ, കിട്ടും. പക്ഷേ ഭർത്താവ് എന്നുള്ളൊരു കോന്തനുണ്ടെങ്കിൽ അതിൻ്റെ പിൻബലത്തിൽ നമുക്ക് പിൻവാതിലിൽ കൂടി പല നിയമനങ്ങളും നടത്താൻ പറ്റും. കല്യാണം കഴിച്ച സ്ത്രീക്കുള്ള ആനുകൂല്യമൊന്നും എന്തായാലും കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിക്കില്ല. അതിപ്പം കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരികളാകില്ലേ? എടി, എന്തായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ എവിടെ പറഞ്ഞു വിട്ടിട്ടാണെങ്കിലും നമുക്ക് പതിവ്രതകളായി ജീവിക്കാം. ഇതിനിടയ്ക്ക് പിൻവാതിൽ തുറക്കുകയും ചെയ്യാം. അതിൻ്റെ ഒന്ന് മഹത്വം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എൻ്റെ ഭർത്താവ് ശരിയില്ലെന്ന് കണ്ടപ്പോൾ മുതൽ ഞാൻ കോട്ടക്കൊത്തളങ്ങൾ അങ്ങ് തുറന്നിട്ട് മോളെ. അതും ഞാൻ നിന്നോട് ഇപ്പോഴാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആൻറ്റി എൻ്റെ കയ്യിൽ പിടിച്ച് ഒന്ന് ചിരിച്ചു. പുള്ളിക്കാരി ഒരു പ്രത്യേക അവതാരമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ഒരു മിടിമിടിക്ക് തന്നെ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണമെന്ന് എനിക്കില്ല. പക്ഷേ ഇവരുടെ ജീവിതം പോലെ ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി. എന്തായാലും പിന്നീട് കാണുമ്പോൾ ആൻറ്റി ഞാനും കൂടെ ഈ വിഷയത്തെപ്പറ്റി കുറച്ചുകൂടെ സംസാരിക്കും. ഒരു ദിവസം ആൻറ്റി എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് പിന്നിൽ എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഒരു സജഷനുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അതെന്താ ആൻറ്റി? എടി, നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു ചെക്കനെ ഞാൻ തന്നെ കാട്ടിത്തരാം. ഒന്ന് പോ ആൻറ്റി. ഏത് ചെക്കൻ? വേറെ ആരുമല്ല, എൻ്റെ ഇളയ മകൻ. ഇത്രയും കള്ളത്തരങ്ങളും ട്രിക്കുകളും ഒക്കെ പറഞ്ഞു തന്നിട്ട് ആൻറ്റി എന്തിനാണ് സ്വന്തം മകന് വേണ്ടിയിട്ട് എന്നെ ആലോചിക്കുന്നത്? അതിന് നീ അവനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു സുന്ദര കുട്ടപ്പനാണ്, നിനക്ക് നന്നായി ചേരും. നിൻ്റെ സൗന്ദര്യത്തിന് അവനും നീയും നല്ല മാച്ചായിരിക്കും. ആൻറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? അതും പറയുന്നു ഇതും പറയുന്നു, എന്നിട്ട് കല്യാണം കഴിക്കാനും പറയുന്നു. അപ്പം ആൻറ്റി പറഞ്ഞു, അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് മോളെ.
എന്ത് രഹസ്യം? എടി, എന്താണെന്നറിയില്ല. എൻ്റെ മകൻ പണ്ടോട്ടെ പറഞ്ഞത് അവന് കല്യാണം കഴിക്കണ്ട, സ്ത്രീകളോട് യാതൊരു താല്പര്യവുമില്ല, അവന് സന്യാസിയാകണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ അവനെ വിടാനൊന്നും എനിക്ക് വയ്യ. അവൻ ചെറുപ്രായത്തിലാണ്, ഇത്രയും സൗന്ദര്യമുണ്ട്. അപ്പോൾ അവൻ എന്തിനാണ് സന്യസിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അതിനൊന്നും പോകണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മേനെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. കല്യാണത്തിന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്നില്ലെന്ന്. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി. ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു, എടാ വേറെ വല്ല ഇഷ്ടമുണ്ടോ? സ്ത്രീകളെ ഇഷ്ടമില്ലെങ്കിൽ വേറെ ആരെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് ആരെ ഇഷ്ടമല്ല, ഇതിലൊന്നും ഒരു താല്പര്യമില്ലെന്നാണ് പറയുന്നത്. മോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒടുക്കത്തെ താല്പര്യമുള്ള ഒരമ്മയ്ക്ക് ഒരു താല്പര്യമില്ലാത്ത മോൻ. എൻ്റെ മൂത്ത മോൻ അങ്ങനെയല്ല, അവൻ്റെ ജഗജാല കില്ലാടിയാണ്. ഇപ്പം പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇത്തിരി നടങ്ങി കഴിയുന്നതേ ഉള്ളൂ. എങ്കിലും അവൻ അവിടെ പല കാര്യങ്ങൾക്കും എടുത്തു ചാടുന്നുണ്ടാകും, എനിക്കത് ഉറപ്പാണ്. പക്ഷേ ഇളയ മകൻ എന്താ ഇങ്ങനെ മണ്ണുണ്ണിയായെന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ഓമനിച്ച് വഷളാക്കുകയും ചെയ്തു. ചെക്കനെയാണെങ്കിൽ ഇങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റുന്നില്ല. അതോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് നീയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മിന്നായം പോലെ തോന്നിയത്. അതായത് നിനക്ക് കല്യാണമൊന്നും കഴിച്ച് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് നീ ആയിരിക്കും അവന് പെർഫെക്റ്റ് പാർട്ട്ണർ. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? എടീ, അവൻ ഇതിനകത്തൊന്നും താല്പര്യമില്ല. അവൻ ആ വീട്ടിൽ തന്നെ താമസിക്കുകയും വേണം. അവൻ സന്യാസിയാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താകും? അതുകൊണ്ട് അവനോട് ഞാൻ ആദ്യം പറയും, നിനക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു താല്പര്യമില്ല. അവൻ്റെ കാര്യത്തിൽ ഒന്നിനും നീ ഇടപെടില്ല. അവൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ ഇപ്പോഴും ജീവിക്കാം. പിന്നെ സന്യാസിയാകണമെന്ന് പോണ്ട, അമ്മയുടെ കൂടെ കഴിയാം. നാട്ടുകാരാണെങ്കിൽ കല്യാണം കഴിച്ച് ഒരാളായിട്ട് വിചാരിക്കുകയും ചെയ്യും. ഒരു റെസ്പോൺസിബിലിറ്റിയും അവൻ ഏറ്റെടുക്കണ്ട. അയ്യോ, അതൊക്കെ കോംപ്ലിക്കേഷൻസ് അല്ലേ ആൻറ്റി? എടി, എന്ത് ചെയ്യാനാ? എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ചെക്കൻ വീട് വിട്ട് ഇറങ്ങിപ്പോകാനൊന്നും എനിക്ക് ഒരു രീതിയിലും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇങ്ങനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെയും പേരുദോഷം പോകും, നിൻ്റെയും പേരുദോഷം പോകും. അതിനെനിക്ക് പേരുദോഷമില്ലല്ലോ ആൻറ്റി. എടി, ഭാവിയിൽ വരാൻ പോകുന്ന പേരുദോഷം ഇങ്ങനെ കെട്ടാച്ചരക്കായി നിന്ന് കഴിഞ്ഞാൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എപ്പോഴും സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദമല്ലേ. ഇതൊക്കെ ഒഴിവാക്കാം. നിനക്ക് എൻ്റെ കൂടെ അവിടെ സുഖമായിട്ട് ജീവിക്കാം. എന്നാലും ആൻറ്റി കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവും കല്യാണത്തിന് മുമ്പത്തെ പോലെ ജീവിക്കുന്നു, ഞാനും അതുപോലെ ജീവിക്കുന്നു. അപ്പോൾ പിന്നെ ഇതിലെവിടെ ആൻറ്റി? ആൻറ്റി പറഞ്ഞ രസം. മോളെ, നിൻ്റെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴും വേവലാതിയല്ലേ നീ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ? ആ, അതുണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ മകൻ്റെ കാര്യത്തിലും. പിന്നെ നാട്ടുകാർക്ക് നല്ല വേവലാതിയായിരിക്കും. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട് ഈ കല്യാണം നടത്താം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. പിന്നെ രസം ഈ അമ്മായിയമ്മ കൂടെ ഉള്ളപ്പോൾ നിനക്ക് കിട്ടാതെ പോകില്ല. ആ വീട്ടിലാകുമ്പോൾ എല്ലാം സേഫായിരിക്കും. അല്ലാതെ കല്യാണം കഴിക്കാത്തൊരു പെണ്ണായിട്ട് നീ കറങ്ങി നടന്നു കഴിഞ്ഞാൽ നിൻ്റെ ഗതി എന്താകും? എനിക്കിപ്പോൾ പണമുണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധിയാണെന്നുള്ള ഒരു പേരുണ്ട്. അപ്പം എൻ്റെ വീട്ടിലോ എൻ്റെ കൂട്ടത്തിലോ ആരെങ്കിലും കണ്ടാൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചാലും ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞ് അങ്ങ് നിലനിൽക്കും മോളെ. അതേപോലെ നീ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ആരും നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. പിന്നെ സംശയിക്കണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിലും ഭർത്താവോ അല്ലെങ്കിൽ വീട്ടുകാരോ വേണ്ടേ? ഇവിടെ ഇപ്പം ആര് സംശയിക്കാനാണ് മോളെ? എന്നെപ്പോലെ തന്നെ നിനക്കും കല്യാണം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നടക്കാം. എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടിപൊളിയായിട്ട് നടന്നത്. നിനക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് അടിപൊളി ജീവിതമായിരിക്കും. പിന്നെ ഈ ആൻറ്റി നിൻ്റെ കൂടെ ഇല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്നെ അമ്മയെന്ന് വിളിക്കണം. അമ്മ കൂടെ കാണും മോളെ. അപ്പം പിന്നെ രണ്ടു പേർക്കും ഇനി മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ ഇറക്കുമതി ചെയ്യും മോളെ എന്ന് പറഞ്ഞ് അവർ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു പ്രൊപ്പോസലാണ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഭർത്താവിനെ കൊണ്ട് ശല്യം ഉണ്ടാകില്ല. അമ്മയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാകുമല്ലോ എന്നൊക്കെ പേടിച്ച് പല സെൻറ്റിമെൻറ്റ്സും പറയും. ഇത് നല്ല കാര്യമാണ്. പിന്നെ ആൻറ്റി വന്ന് വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ കണ്ണും പൊട്ടി കല്യാണത്തിന് സമ്മതിക്കും. എന്നാലൊരു ഡൗട്ട്, ആൻറ്റിയുടെ മോൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? ഈ ആൻറ്റി പറയുന്ന പോലുള്ള സ്വഭാവമുള്ള ആളായിരിക്കുമോ ആൻറ്റിയുടെ മോൻ? ഒരു ദുരൂഹതയുണ്ട് അങ്ങയുടെ സ്വഭാവത്തിൽ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് അങ്ങേര് പ്ലേറ്റ് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് പ്ലേറ്റ് തിരിക്കാനാ? അങ്ങേര് ഇനി എന്നെ കണ്ട് മോഹിച്ച് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ അങ്ങേര് ഒന്നും അവിടെ പ്രവർത്തിക്കുകയുമില്ല, എന്നെ പ്രവർത്തിക്കാൻ വിടുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തനി കോണം അയാൾ അറിയും. ഈ കാര്യങ്ങളല്ല ഞാൻ ആൻറ്റിയോട് പങ്കുവെച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, സോ സ്മൂത്ത്,
നീ എൻ്റെ കൂടെ നിൽക്കുമോളെ. ആൻറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരര മനസ്സുണ്ട്. മകനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. മകൻ്റെ ഫോട്ടോയും കാണിച്ചു. കൊള്ളാം, എന്ത് സുന്ദരനായ ഒരു മനുഷ്യൻ. ഇങ്ങനെ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്, സന്യസിക്കാൻ പോകാമെന്ന് പറയുന്നത്? ഇതിനെന്തോ ദുരൂഹതയുണ്ട്. വേറെന്തെങ്കിലും ടൈപ്പായിരിക്കും. എന്തായാലും എൻ്റെ കാര്യം നടക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആൻറ്റി എന്തായാലും ചെക്കനെ നിർബന്ധിച്ചിട്ടായിരിക്കും എന്നെ പെണ്ണ് കാണാൻ വന്നു. കണ്ടപ്പോൾ അവിടെ അടുത്തുള്ളവർക്കും ഞങ്ങളുടെ മാമനുമൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഈ കല്യാണത്തിന് സമ്മതം നൽകിയിട്ടാണ് ആൻറ്റി പോയത്. പിന്നീടാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സ്ത്രീകളെ ഇഷ്ടമല്ല, ആരെ ഇഷ്ടമല്ല, ഈ കാര്യം ഒട്ടുമേ ഇഷ്ടമല്ല, അതൊക്കെ അറപ്പും പ്രശ്നങ്ങളുമാണ്, ഒട്ടും അടുത്ത് പെരുമാറാൻ താല്പര്യമില്ല, മറ്റൊരാളെ തന്നെ സഹിക്കാൻ പുള്ളിക്ക് ഒട്ടുമേ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമില്ല, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ വയ്ക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെയും ഭരിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ വരരുത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തടുത്ത മുറിയിൽ നമ്മൾ രണ്ടുപേരും താമസിക്കും, അല്ലാതെ ഒന്നിച്ച് താമസിക്കില്ല. നാട്ടുകാരെ പക്ഷേ ഇതൊന്നും അറിയില്ല. ഇതെല്ലാം എൻ്റെ അമ്മയുടെ നിർബന്ധം മൂലമാണ്. അമ്മയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിക്കും സന്യാസിയാകണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ മറ്റൊരാളെ എനിക്കിഷ്ടമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം, അല്ലാതെ വേറൊരു മനുഷ്യരെ ഇഷ്ടമല്ല. അവരോട് അടുത്ത് സഹകരിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഭർത്താവിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റും വേണം. ഓ, ഇനിയിപ്പോൾ ആരും നിർബന്ധിക്കാനാണ്, അങ്ങനെ വിളിച്ചാലും വരികയില്ല. കാര്യങ്ങളെല്ലാം എനിക്ക് ഏകദേശം മനസ്സിലായപ്പോഴാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെയാണ് ആർഭാടത്തോടു കൂടി ഞങ്ങളുടെ കല്യാണം നടന്നത്. കല്യാണം നടന്നു വന്ന അന്ന് രാത്രി തന്നെ തൊട്ടടുത്ത മുറിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഞാൻ ഉറങ്ങി. അപ്പുറത്തെ മുറിയിൽ ഭർത്താവും. എങ്കിലും ഞാൻ അദ്ദേഹത്തിന് വെച്ച് വിളമ്പി കൊടുക്കാനും അമ്മായും എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോഴേക്കും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ചെല്ലും. പതുക്കെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. പുള്ളിക്ക് ഒറ്റൊരു മനുഷ്യനോട് താല്പര്യമില്ലാത്ത ഒരു ടൈപ്പാണെന്ന് മനസ്സിലായി. അത് ചികിത്സിച്ച് ഭേദമൊന്നുമാക്കാൻ പറ്റില്ലെന്നും എനിക്ക് പിന്നീട് മനസ്സിലായി. അമ്മ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മകൻ നന്നായിട്ടറിയാം. മകൻ അതിലൊന്നിലും എതിർപ്പില്ല. അതിലെല്ലാം അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നിനക്കിഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണമെങ്കിലും ആകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് എൻ്റെ ഹസ്ബൻഡും സമ്മതിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാനും ഹസ്ബൻഡും ജസ്റ്റ് ഫ്രണ്ട് പോലെയാണ്. അമ്മയാണ് എനിക്ക് വേണ്ടി വഴി തെളിച്ച് തരുന്നത്. അമ്മയുടെ കയ്യിൽ ഇഷ്ടം പോലെ കോണ്ടാക്റ്റ് ഉണ്ട്. അമ്മയ്ക്ക് കിളുന്ന പൂമട്ടുകളോടാണ് വലിയ താല്പര്യം. അങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു. അവരൊക്കെ നല്ല സൗന്ദര്യമുള്ളവർ തന്നെ. ഞാൻ പറഞ്ഞു, കുറച്ച് മുതിർന്ന ആളല്ലേ, കൂടുതൽ നല്ലതെന്ന്. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ശരി നോക്കാമെന്ന് പറഞ്ഞ് അമ്മ 2-3 ഫോട്ടോസ് കാണിച്ചു. അതിൽ 40-45 വയസ്സുള്ള ഒരാളെ എൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി ഞാനങ്ങ് തിരഞ്ഞെടുത്തു. അമ്മായിമ്മ അത്ഭുതത്തോടുകൂടി എന്നെ നോക്കി. അല്ലടി, ഇത്ര പേരെ കാണിച്ചിട്ടും ഇങ്ങനെ നീ എന്തിനാ തിരഞ്ഞെടുത്തത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, കണ്ടപ്പോൾ എന്തോ ഒരു കംഫോർട്ടോ അട്രാക്ഷനോ എനിക്ക് തോന്നിയെന്ന്. ആ, അങ്ങേര് നല്ല ആളൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നഗരത്തിലാണ് താമസിക്കുന്നത്. വൈഫൊക്കെ ഇങ്ങ് നാട്ടിലാണ്. വൈഫുമായിട്ടൊന്നും അത്ര നല്ല ബന്ധമൊന്നുമല്ല. സ്വന്തമായി ജീവിക്കുന്ന ആളാണ് പുള്ളി. ഇതിലൊക്കെ നല്ല വേന്ദ്രനാണ്. അദ്ദേഹത്തിന് പല കഴിവുകളുമുണ്ട്. ആദ്യ അരങ്ങേറ്റത്തിൽ തന്നെ തട്ടടവും മുട്ടടവും 18 അടവും മോൾക്ക് പഠിക്കാം. അദ്ദേഹം ആദ്യമായതുകൊണ്ട് നിന്നെ നന്നായി മാനേജ് ചെയ്യാൻ മാത്രം വിദ്യാസമ്പന്നനാണെന്ന് അമ്മ കൂട്ടിച്ചേർത്തു. അമ്മ തന്നെയാണ് അയാളുടെ ഫ്ലാറ്റിലേക്ക് എന്നെ ആനയിച്ചത്. ഞാനാണെങ്കിൽ ഒരു തുടക്കക്കാരുടെ പക്കപ്പോടെ നിൽക്കുകയായിരുന്നു. അമ്മ നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇവക്കൊട്ടും താല്പര്യമില്ലായിരുന്നു വിവാഹം കഴിക്കാൻ. പക്ഷേ ഇപ്പോൾ ഇവക്ക് വിശാലമായ ലോകത്തിലേക്ക് അരങ്ങേറ്റത്തിന് ആഗ്രഹമുണ്ട്. അവൾ എന്നെപ്പോലെ തന്നെ മിടുക്കിയാകാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ അവർ ഫ്രണ്ട്സിനെ പോലെ നന്നായി സംസാരിച്ച് എന്നെ അവിടെ നൃത്തച്ചുവടുകൾ അഭ്യസിക്കാൻ വേണ്ടി വിട്ടിട്ട് അമ്മ കളവൊഴിഞ്ഞു പോയി. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ രംഗപൂജ ചെയ്യാൻ അദ്ദേഹം മിടുക്കനായിരുന്നു. കർട്ടൻ ഉയർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ കുത്തുവിളക്ക് കത്തിച്ച് രംഗപൂജ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞത്. ഇതൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് അന്നും തോന്നി, പിന്നെയും തോന്നി, എന്നും തോന്നി. അങ്ങനെയാണ് എൻ്റെ ജീവിതം അമ്മായിമ്മയോടൊപ്പം അടിപൊളിയായി മുന്നോട്ട് പോയത്. എൻ്റെ ഭർത്താവ് ജോലി, അദ്ദേഹത്തിൻ്റെ ചിത്രം വര, മറ്റിഷ്ടങ്ങളിൽ മുഴുകി നടന്നു.
പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് വേറൊരു മാറ്റമുണ്ടായി. ഞാൻ കണ്ടെത്തുന്നതെല്ലാം 40-45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. എന്തോ എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയായിപ്പോയി. പല സമയത്തും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, അങ്ങനെ പോരാ മോളെ, കളങ്ങൾ മാറ്റിപ്പിടിക്കണം. ചെറുത് മുതൽ വലുതുവരെ പല സ്വപ്നങ്ങളും നീ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അട്രാക്ഷൻ തോന്നിയതെല്ലാം ഈ ഒരു ഏജ് കാറ്റഗറിയോടാണ്. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞിട്ടും വകവയ്ക്കാതെ ഞാൻ ആ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അതിൻ്റെ പേരിൽ അമ്മായിമ്മയും ഞാനുമായിട്ട് വാക്കുതർക്കമുണ്ടായി. ഇപ്പോൾ അമ്മായിമ്മ പറയുന്നത്, എടി നീ ഇങ്ങനെ ഈ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ അത് ശരിയാകില്ലെന്ന്. ഞാൻ പറഞ്ഞു, എന്താ ശരിയാകും, അമ്മ സെലക്ട് ചെയ്യുന്ന ആൾ അത് അടുത്ത തലമുറയിലേക്ക് നീളുമെന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അത് പറ്റില്ല, അത് 45 വയസ്സുള്ള ഒരാൾ, അത് നമുക്ക് ശരിയാകില്ല. നമുക്ക് വേണ്ടത് കിളന്നു പൂമുട്ടുകളാണ്. അവർ വേണം അടുത്ത തലമുറയിലേക്ക് നിന്നെ നയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കിളവന്മാരുമായിട്ടുള്ളതിൻ്റെ സംസർഗം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല അമ്മ, എനിക്കിപ്പോൾ ഒട്ടും ഇഷ്ടം തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, പറ്റില്ല, ഞാൻ സെലക്ട് ചെയ്ത ആ ആൾ വരുമ്പോഴേക്കും നീ ആ കാര്യങ്ങളൊക്കെ പ്രായമൊക്കെ മറന്ന് അവിടെ നന്നായി നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പ്രായം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കിളന്നുകളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് 40 to 45, 50 അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ അമ്മായിമ്മ വഴക്കുണ്ടാക്കി. അമ്മായിമ്മ സെലക്ട് ചെയ്ത് അവരുടെ ബന്ധത്തിൽ തന്നെയുള്ള ഒരാളാണ് എനിക്ക് പിന്നീട് അങ്ങോട്ട് പോയി കാണേണ്ടി വന്നത്. അങ്ങനെ അമ്മായിമ്മ പറഞ്ഞു, ഇഷ്ടമില്ലെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട്, എൻ്റെ മോൻ്റെ പേരുദോഷം തീർക്കാൻ വേണ്ടി, നിൻ്റെയും ദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി, നമ്മുടെ തലമുറകൾ ശരിയായിരിക്കാൻ നീ റിസൾട്ട് കിട്ടും വരെ ആ പയ്യനോട് നന്നായി പെരുമാറണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സത്യം പറയാമല്ലോ, അവനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അമ്മായിയുടെ നിർബന്ധം മൂലമാണ്. അതുമാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒന്നുമല്ല അവൻ. എനിക്കറിയില്ല, അവനൊന്നും ഒരു കലയും അറിയാത്ത ഒരു മണ്ണുണ്ണിയാണ്. പിന്നെ അമ്മായിമ്മ പറഞ്ഞതല്ലേ, അതനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. റിസൾട്ട് പിന്നീടുണ്ടായി. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ്. എല്ലാവർക്കും സന്തോഷം. എൻ്റെ ഭർത്താവിനും അതൊക്കെ ഓക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പേരുദോഷവും മാറിക്കിട്ടി. പക്ഷേ എനിക്കൊരിക്കലും ഈ പ്രായം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെക്കന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ റെസ്റ്റിലാണ്, എൻ്റെ ഹസ്ബൻഡ് കൂടെയാണ് എന്നൊക്കെ പറഞ്ഞാലും അവൻ എന്നോട് ഓവർ കെയറിങ്ങും അറ്റാച്ച്മെൻറ്റുമാണ്. എപ്പോഴും എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് കാണാൻ വരികയും ചെയ്യും. എനിക്കവൻ്റെ ഓവർ അറ്റാച്ച്മെൻറ്റ് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മടക്കി വിടണമെന്നുണ്ട്. പക്ഷേ ചിക്കൻ ആവശ്യമില്ലാത്ത ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. വലിയ തലവേദനയായിരിക്കുകയാണ് മാഡം. എങ്ങനെയാണ് ഇവനെ ഒഴിവാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിലർ സൗഭാഗ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ചില മനുഷ്യർക്ക് ഒട്ടും ചേരാത്തതായിരിക്കും. നമ്മൾ നോക്കുമ്പോഴേക്കും ഈ സ്ത്രീ എന്തായി പറഞ്ഞത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. നിങ്ങളുടെ ഭർത്താവിന് ഒരു പ്രത്യേകതര ഇഷ്ടമാണല്ലോ, ആരോടും ഇഷ്ടമില്ലാത്തത് അങ്ങേരുടെ ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ വിചിത്രമായ സ്വഭാവങ്ങളും രീതികളും ഒക്കെ ഉള്ള പല മനുഷ്യരുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വളർന്നു വന്ന ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ കാണാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇഷ്ടങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഒരു ചിന്തയുമില്ലാതെ കുറച്ച് മുതിർന്ന ആളോട് താല്പര്യം വന്നു. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ അനുഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടോ നമ്മൾ അറിയാതെ തന്നെ വേരുറച്ചു പോകുന്ന കാര്യമാണ്. അതിനൊന്നും നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് എല്ലാവരെയും അവരുടെ ഇഷ്ടത്തിന് വിടുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയുക. ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി നിർത്തുക കാര്യം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ഇമോഷണലി കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ഉറച്ചു നിൽക്കുന്ന നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കുക. ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ റിസൾട്ട് കിട്ടിയല്ലോ, ഇനി ആവശ്യമില്ലാതെ ഇത്തരം ബന്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. എന്തായാലും ഈ കഥ ആർക്കും ഒരു മോറൽ സപ്പോർട്ടൊന്നും കൊടുക്കുന്ന സ്റ്റോറിയല്ല.